ഞാൻ അത്രയും നല്ല ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും കിടക്കുന്നത് ഈ ഒരു പഴയ ചകിരി മെത്തയിലും ഈ ഒരു പഴയ ഇവിടെ അച്ഛൻ്റെ കല്യാണ സമയത്ത് ഉണ്ടാക്കിയ ഈ ഒരു പഴയ കട്ടിലുമാണ്. അപ്പോൾ പലതവണ അച്ഛൻ അവിടെ ഞാൻ ആ കട്ടിലെ കിടക്കുന്ന സമയത്ത് വന്ന് അടുത്തിരുന്നിട്ട് ഈ ബെഡ് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ കിടക്കാൻ, നല്ല സുഖമുണ്ടല്ലോ എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ഉച്ച സമയങ്ങളിൽ അവിടെ വന്ന് ആ ഒരു കട്ടിലെ കിടന്നുറങ്ങാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും അച്ഛൻ ആ ബെഡ് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അവർക്കും കൂടെ ഒരു ബെഡ് വാങ്ങി കൊടുത്തേക്കാം. എൻ്റെ പൊന്നോ, അങ്ങനെ നമ്മുടെ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉള്ള നമ്മുടെ ബെഡ്, നമ്മുടെ എമ എന്നുള്ള ബ്രാൻഡിൻ്റെ ബെഡാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം, നോക്കിക്കേ. ഓക്കെ ഏതൊരു ബെഡ് വാങ്ങിച്ചാലും അവർ ഇതേപോലെ ഒരു യൂസർ മാനുവലും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ അതൊരു ചെറിയൊരു ടൂൾ ഉണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബെഡ് നമുക്ക് ഇപ്പം ഈ ഒരു സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിത് പിച്ചാത്തിയും കത്രിക വെച്ച് മുറിക്കാൻ നേരം ഈ ഒരു ബെഡിന് എന്തെങ്കിലും ഒരു പോറൽ വീണ് കഴിഞ്ഞാൽ പോയി. ഇത് നോക്കിയേ, എന്ത് സാറ്റിസ്ഫൈങ് കാഴ്ചയെന്ന് നോക്കിയേ. ഓക്കെ, ബെഡ് നിവർന്നിട്ടുണ്ടേ. ഇനി നമുക്ക് പിടിച്ചാൽ കൈ കിട്ടുന്നില്ല. ഓ എൻ്റെ ദൈവമേ, ഇതെന്തുവാ ഇത്? ഒരു പണി കിട്ടിയിട്ടുണ്ടോ നമുക്ക്? നമ്മൾ മറിച്ചായിട്ടത്, ഇത് ശരിക്കും തിരിഞ്ഞാണ് വരേണ്ടത്. എൻ്റെ ദൈവമേ, ഉയ്യോ, ഇതെന്ത് സ്റ്റേജാ. അപ്പൊ നമ്മുടെ ബെഡ് അങ്ങനെ നിവർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 6 മണിക്കൂർ നമ്മൾ നിവർത്തി ഇടണം, നല്ല കറക്റ്റ് രൂപത്തിൽ വരത്തുള്ളൂ. അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട്. ഇവരുടെ മുറിയിലേക്കാണ് നമ്മൾ ഈ ഒരു ബെഡ് മേടിച്ചത്. പക്ഷേ ഇത് നിവർന്ന് വന്നപ്പോഴത്തേക്ക് എന്തായാലും ഇവരുടെ മുറി കിടക്കത്തില്ല അല്ലേ അച്ഛാ? ഇത് ഞാൻ എടുത്തിട്ട് എൻ്റെ റൂമിൽ കിടക്കുന്നത് നിങ്ങൾക്ക് തരാം. സ്പേസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കട്ടിലിന്റെ ഫ്രെയിമിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 7 അടി നീളവും 6.5 അടി വീതിയും വരുന്നുണ്ട്. ഇത് നോക്കിയതേ, ഈ ഒരു ഫ്രെയിമിന്റെ വലിപ്പം നോക്കിയത് ഇത്രയും വലിപ്പമുണ്ട് ഈ സാധനത്തിന്. അപ്പൊ നമ്മുടെ കട്ടിലിന്റെ പ്ലാറ്റ്ഫോമിന്റെ പണി എങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ കട്ടിലും ബെഡും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബെഡ് ഞാൻ എൻ്റെ മുറിയിലേക്ക് എടുത്തു. എൻ്റെ മുറിയിൽ ഞാൻ 2 ആഴ്ച മുന്നേ എമയിൽ നിന്ന് വാങ്ങിയ ആ ഒരു ഒറിജിനൽ എന്ന ബെഡും ആ ഒരു ഉണ്ടാക്കിയ കട്ടിലും നേരെ അവരുടെ മുറിയിലേക്ക് കൊടുത്തു. കാരണം ഈ ഒരു ബെഡ് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമ്മുടെ മുറിയിൽ പക്കാ സ്യൂട്ടാണ്. അവരുടെ റൂമിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നടക്കാനും നിൽക്കാനും സ്ഥലം കാണത്തില്ല. അപ്പോൾ അവർ ആ ഒരു ബെഡിൽ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഇച്ചിരി കട്ടിയുള്ള ബെഡാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എമയുടെ ഒറിജിനൽ ബെഡാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്നും ബെഡ് കിട്ടാഞ്ഞിട്ടാണോ ഞാൻ അങ്ങ് ജർമ്മനിയിൽ നിന്ന് ബെഡ് വാങ്ങുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ജർമ്മനിക്കാരൻ ഇപ്പോൾ ഇന്ത്യയിലും അവൈലബിൾ ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ, 15 വർഷം ഏതെങ്കിലും ബെഡ് കമ്പനിക്കാരെ നൽകുമോ? 15 വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു ബെഡിന് കിട്ടുന്നത്. കൂടാതെ തന്നെ 100 ദിവസം, അതായത് 100 രാത്രി നിങ്ങൾ ഈ ഒരു ബെഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്പോട്ടിൽ എമയെ വിളിച്ചിട്ട് പറ ഈ ഒരു ബെഡ് എടുത്തോണ്ട് പോക്കോ, എന്നിട്ട് ബാക്കി പൈസയും തരാൻ പറ. ബാക്കി പൈസ അല്ല, മുഴുവൻ പൈസ അവരെ കയ്യിലോട്ടങ്ങ് തന്നേക്കും. ഈ ഒരു ബെഡ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബെഡ് കടയിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. എന്നാൽ കടയിൽ മേടിക്കാൻ കിട്ടത്തില്ല. എമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലേ ഈ ഒരു ബെഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് കമ്പനി തന്നെയാണ് ഈ ഒരു ബെഡ് വിൽക്കുന്നത്. എല്ലാവരും പറയും 50% ഡിസ്കൗണ്ടോട് ഞങ്ങൾ ബെഡ് തരാം. എന്നാൽ എമ പറയും 55% ഡിസ്കൗണ്ടോട് ഞങ്ങൾ ബെഡ് തരാം. കൂടാതെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15% എക്സ്ട്രാ കൂടെ തരാതെ. അടിപൊളിയല്ലേ? ഒരു സോഫ്റ്റ് ബെഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നേരെ എമയുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ബെഡാണ് എമ ഹൈബ്രിഡ്. ഈ ഒരു ബെഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് 6 ലെയർ ആണ്. കൂടാതെ തന്നെ എയറോ സ്പ്രിംഗിന്റെ മെമ്മറി ഫോമിന്റെ ഒരു കോമ്പിനേഷൻ വന്നതോടുകൂടി തന്നെ ഈ ഒരു ബെഡ് എക്സ്ട്രാ സോഫ്റ്റ് ആണ്. ഈ ഒരു ബെഡിന്റെ ലുക്കിനെ കുറിച്ച് നമ്മൾ പറയേണ്ട യാതൊരുവിധ കാര്യമില്ല. കാരണം ഒരു പ്രീമിയം ലുക്കാണ് ഈ ഒരു ബെഡിന് എമ കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതിന്റെ കംഫർട്ട് ഒരു രക്ഷയില്ലെന്ന് വേണം പറയാം. ഈ ഒരു വെള്ള തുണിയാണ് അതിന്റെ മേളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പേരാണ് അൾട്രാ ഡ്രൈ കവർ. അതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒരു കാരണവശാലും ഓവർ ഹീറ്റ് ആവാൻ പാടില്ല നമ്മൾ ഈ ബെഡിൽ കിടക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് അലർജി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നോൺ അലർജിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് എമ ഈ ഒരു അൾട്രാ ഡ്രൈ കവർ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോം എയർഗോസെൽ എന്നൊരു ഫോമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്നുള്ളത് പ്രോപ്പർ ആയ രീതിയിലുള്ള എയർ ഫ്ലോ, അതായത് ഇതിന്റെ ഉള്ളിലൂടെ കറക്റ്റ് ആയിട്ട് കാറ്റ് കയറി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിൽ കൂളാവുകയും അതേപോലെ തന്നെ മോഷൻ ട്രാൻസ്ഫറും വളരെ കുറവാണ്. നിങ്ങൾ ഈ മോഷൻ ട്രാൻസ്ഫർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അതെ, ഈ ഒരു വെള്ളം ഗ്ലാസിനെ ശ്രദ്ധിച്ചോണേ. ദേ നമ്മുടെ ബെഡിന്റെ ഏത് സ്ഥലത്ത് കിടന്ന് ഞാൻ ഇങ്ങനെ ഡാൻസ് കളിച്ചാലും നമ്മുടെ ഒരു ചെറിയൊരു ഇളക്കം മാത്രമേ നമ്മുടെ ആ ഒരു ഗ്ലാസ്സിന് വരത്തുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ രാത്രി കിടക്കുന്ന ആള് ഈ ബാത്റൂമിലേക്കോ വല്ല എണീറ്റ് രാത്രി പോയാലും നമ്മുടെ കൂടെ കിടക്കുന്ന ആള് അറിയത്തില്ല. രാത്രി ബെഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നടുവേദന ശരീരവേദനയൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ഈ ഒരു ബെഡ് 100% ഉപകാരപ്പെടുന്നു. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹാലോ മെമ്മറിക് ഫോം ആണ്. നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പിനനുസരിച്ച് ആ ഒരു ഫോം മാറിക്കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രഷറും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് റിലീഫ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നടുവേദനയും ശരീരവേദനയും ഇല്ലാതെ തന്നെ ഈ ഒരു ബെഡിൽ ഉറങ്ങാൻ സാധിക്കുന്നതാണ്. ഇതൊരു സ്പ്രിംഗ് മാട്രസ് ആണോ എന്ന് എന്നോട് ചോദിക്കുന്നതിനോട് എനിക്കൊരു ഒറ്റ മറുപടിയെ പറയാനുള്ളത്,
ഇതൊരു സ്പ്രിംഗ് മാട്രസ് തന്നെയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രിംഗ് എയറോഫ്ലെക്സ് ഹെലിക്സ് സ്പ്രിംഗ് ആണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്നുള്ളത് ഓട്ടോ അഡ്ജസ്റ്റ് ആണ്. നമ്മൾ എവിടെ കിടന്നാലും നമ്മൾ ഒരേ ഷേപ്പിൽ കിടക്കുന്ന ആ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ ബെഡിന്റെ ചുറ്റും ഒരു മതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം? എങ്കിൽ വരുന്നുണ്ട്. അതിന്റെ പേരാണ് HRX സപ്പോർട്ട് ലെയർ എന്നുള്ളത്. അതായത് നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് അങ്ങ് തൂങ്ങി കിടക്കത്തില്ല, അതായത് നല്ല സ്റ്റേൺ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡിന്റെ ഡ്യൂറബിലിറ്റിയും കൂടും. ഈ ഒരു ബെഡിൽ കിടന്ന് നിങ്ങൾ എത്ര കുത്തി മറിഞ്ഞാലും ഈ ഒരു ബെഡ് തെന്നിപ്പോകത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ മൂട്ടിലായിട്ട് ഒരു ആന്റി സ്ക്യൂട്ട് ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ് ഒരു കാരണവശാലും തെന്നി പോകത്തില്ല. ഈ ഒരു ബെഡ് അങ്ങ് ജർമ്മനിയിൽ നിന്ന് വന്നാലേ, ജർമ്മൻ ബ്രാൻഡ് അല്ലേ, ഇതിന് നല്ല വിലയായിരിക്കും എന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ നോ കോസ്റ്റ് EMI കൂടി, അതായത് ₹1 നിങ്ങൾ മുടക്കണ്ട, നോ കോസ്റ്റ് EMI കൂടി തന്നെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഈ ഒരു ബെഡ് നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് എത്തിച്ചേരും. ആര്? എമാ ജർമ്മനി. അടിപൊളിയല്ലേ? ചിലര് ഇങ്ങനെ കിടക്കും, ചിലര് ഇങ്ങനെ കിടക്കും. മേളിലോട്ട് നോക്കി കിടക്കുന്നവരോടും എന്നെ പോലെ ഇപ്പൊ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്നവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഹൈബ്രിഡ് ബെഡ് മേടിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് കംഫർട്ടബിൾ അതായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ ചരിഞ്ഞ് കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ബെഡ് എമയുടെ തന്നെ നോർമൽ മെമ്മറി ഫോം ബെഡ് ഉണ്ട്, അത് വാങ്ങിയാൽ മതി. ബെഡിന്റെ കൂടെ നമ്മൾ 2 തലോണ കൂടെ മേടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മുതലാണ് മേടിച്ചിരിക്കുന്നത്. ഇത് വരുന്നത് ഇതേപോലത്തെ ഒരു പാത്രത്തിലായിരിക്കും. പാത്രത്തിലിട്ട് പൊതിഞ്ഞത് ഈ ഒരു സെറ്റപ്പിലായിരിക്കും വരുന്നത്. ഇങ്ങനെ ഇരുന്ന തലോണയാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കാൻ പോവാണ്. അതിനായിട്ട് ഈ ഒരു ടൂള് കൊണ്ട് ഈ തലോണ കവർ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചു കൊടുക്കും. ഇപ്പൊ വീർക്കുന്നുണ്ടോ? യാ മോനെ, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ തലോണ ഇത്രേ കാണത്തുള്ളൂ. പക്ഷേ ഇത് വീർത്ത് വരുമ്പോൾ ഏകദേശം ഇത്രയും കാണും. ഈ ഒരു പില്ലോയ്ക്ക് ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഈ ഒരു സാധനം ഇതിന്റെ അകത്ത് അങ്ങ് ഊരിയിട്ട് ആ ഒരു സിബ് അങ്ങോട്ട് പഴയ പോലെ അങ്ങ് ഇതേപോലെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പില്ലോയുടെ ഹൈറ്റ് അങ്ങനെ കുറയുന്നതാണ്. വെള്ള കവറാണ്, അഴുക്ക് പറ്റിയെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പില്ലോ ഇങ്ങനെ അങ്ങോട്ട് ഊരി എടുത്തിട്ട് ഈ കവർ എടുത്ത് നമുക്ക് അങ്ങ് കഴുകാനിടാം. അടുത്തതായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ബെഡ് മേടിക്കുന്നതെന്നായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തുള്ള കടയിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. കാരണം കമ്പനി ഡയറക്റ്റ് വിൽക്കുന്ന ബെഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ വെബ്സൈറ്റിൽ മാത്രമേ ഈ ഒരു ബെഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ കൂടുതൽ അറിയാനും അതേപോലെ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോയാൽ മതി. അവിടെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ എമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കാണ്. ആ ലിങ്കിൽ കയറി നിങ്ങളുടെ വീട്ടിലെ കട്ടിലിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബെഡ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർഡർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആ ഒരു ബെഡിന്റെ വിലയും കാര്യങ്ങളും എല്ലാം ആ ഒരു വെബ്സൈറ്റിൽ കാണിക്കുന്നതാണ്. നല്ല അഫോർഡബിൾ റേറ്റിൽ നോ കോസ്റ്റ് EMI കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.